10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ബോർഡ് എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ലൈഫ് പ്രോസസ് ആൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നീ ചാപ്റ്ററിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ അലിമെന്ററി കനാൽ ഫുഡ് ഈസ് ഫൈനലി ഡൈജസ്റ്റ്? നമുക്കറിയാം, മൗത്തിൽ തന്നെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ. അതേ തുടർന്ന് സ്റ്റൊമക്കിൽ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ട് പ്രോട്ടീൻ ഡൈജഷനാണ് നടക്കുന്നത്. പിന്നീട് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈൽ സെക്രീഷനും എല്ലാം കൂടി ചേർന്ന് പിന്നെ ഇൻഡസ്റ്റൈനിലെ എൻസൈംസും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഡൈജഷൻ പൂർണ്ണമാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്നാണ്. നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ് ഡൈജഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ പൂർണ്ണമാകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇൻ എ ന്യൂറോൺ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു എ കെമിക്കൽ സിഗ്നൽ ഒക്കേഴ്സ്. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എല്ലാം നമുക്കറിയാം. അതിൽ ചെറിയ ബ്രാഞ്ചസിനെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റിമുലസിനെ നമ്മൾ റിസീവ് ചെയ്യാനാണ്, അത് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അത് സെൽ ബോഡിയിൽ കൊടുക്കുന്നു. അപ്പോഴേക്കും അതെന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ സ്റ്റിമുലസിനെ കെമിക്കൽ സ്റ്റിമുലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ആക്സോണിൻ്റെ ജോലിയാണ് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ പാസ് ചെയ്യുക എന്നുള്ളത്. ആക്സോണിൻ്റെ എൻഡിൽ വരുമ്പോഴേക്കും സിനാപ്റ്റിക് നോബ്സ് ഉണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽ കെമിക്കൽ സിഗ്നലായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആക്സോണിൻ്റെ എൻഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി റെസ്പിറേഷൻ, ഡ്യൂറിങ് റെസ്പിറേഷൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് ഇൻ. അപ്പോൾ റെസ്പിറേഷൻ നടക്കുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് എവിടെയാണ്? ട്രക്കിയ ആൻഡ് ലാരിങ്സ്. ട്രക്കിയ എന്ന് പറയുന്നത് നമ്മുടെ വിൻ പൈപ്പ്, ശ്വാസനാളിയാണ്. ആ ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് ബോക്സ് ആണ്. ആൽവിയോളൈ ഓഫ് ലങ്സ് നമ്മുടെ ലങ്സിനകത്തുള്ള ബൾബ് പോലുള്ള വളരെ തിന്നായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ആൽവിയോളൈ ആൻഡ് ത്രോട്ട് നമ്മുടെ തൊണ്ടയും ആൽവിയോളയും തമ്മിലാണ്. ത്രോട്ട് ആൻഡ് ലാരിങ്സ് ആണ്. ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ആൽവിയോളൈ. ആൽവിയോളയിൽ നിന്നുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് പോവുകയും ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിൽ വന്നിട്ട് അത് നമ്മൾ പുറത്തേക്ക് നിശ്വസിക്കുകയുമാണ് ചെയ്യുന്നത്. പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ. നമ്മുടെ ബ്രെയിനിൽ മെയിൻ സെറിബ്രം ആണ്. സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ് ചേർന്നിട്ടാണ് നമ്മുടെ ഫോർ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോർ ബ്രെയിൻ വോളണ്ടറി ആക്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഹൈൻഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ 3 പാർട്സ് ആണുള്ളത്: സെറിബെല്ലം, പോൺസ്, മെഡുല. അതിൽ സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, പ്രിസിഷൻ റിക്വയറിങ് ആക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു, ബാലൻസ് നമ്മുടെ സൈക്ലിങ്ങിനൊക്കെ ഉള്ള ബാലൻസ് അതെല്ലാം നിർണ്ണയിക്കുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. സലൈവേഷൻ, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, വൊമിറ്റിംഗ്, ഈ 4 ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നമ്മുടെ മെഡുല്ല ചെയ്യുന്നത്. പോൺസ് ഇതിന് തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ബാലൻസ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ പോസ്റ്റർ എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? സെറിബെല്ലം എന്നതായിരിക്കണം. കുറച്ച് നെയിം ദ ഫോളോയിങ് ആണ്. നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം 4 പാർട്സ് ഉണ്ട്, അപ്പോൾ ഹാഫ് മാർക്ക് ഈച്ച് ആയിരിക്കും. പ്രോസസ് ലിങ്കിങ് ലൈറ്റ് എനർജി വിത്ത് കെമിക്കൽ എനർജി ഇൻ പ്ലാന്റ്സ്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ കെമിക്കൽ എനർജി, അതായത് ഫുഡ് എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഏത് പ്രക്രിയയാണ്? ഫോട്ടോസിന്തസിസ് അല്ലേ? അപ്പോൾ ലൈറ്റ് എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത് ഫോട്ടോസിന്തസിസിലൂടെയാണ്, പ്രകാശ സംശ്ലേഷണം. ഓർഗാനിസംസ് ദാറ്റ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയും? ഓട്ടോട്രോഫ്സ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ആ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അവയെ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നാണ് ആ ന്യൂട്രീഷന്റെ പേര്. അപ്പോൾ ചോദിക്കുന്നത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണോ ഓട്ടോട്രോഫ്സ് ആണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. സെൽ സറൗണ്ടിങ് സ്റ്റൊമേറ്റൽ പോർ. സ്റ്റൊമേറ്റൽ പോറിന്റെ ചുറ്റുമുള്ള സെൽസിനെ എന്ത് പറയും? 2 കിഡ്നി ഷേപ്ഡ് സെൽസ് ഉണ്ടല്ലേ, ഗാർഡ് സെൽസ്. ഇനി ആ ഗാർഡ് സെൽസിനെ ചുറ്റിക്കാണുന്നതാണ് എപ്പിഡെർമൽ സെൽസ് അഥവാ സബ്സിഡിയറി സെൽസ് എന്ന് പറയും. എൻസൈം സെക്രീറ്റഡ് ഇൻ സ്റ്റമക്ക് ആക്ടിംഗ് ഓൺ പ്രോട്ടീൻസ്. നമ്മൾ 2 പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ് പഠിക്കുന്നത്, പെപ്സിനും ട്രിപ്സിനും. സ്റ്റൊമക്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് പെപ്സിനാണ്. അത് പെപ്സിനോജൻ എന്നൊരു ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിനെ പെപ്സിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ആക്റ്റീവ് ഫോം. പിന്നീട് പാൻക്രിയാസിൽ എന്തുണ്ട്? നമ്മുടെ ട്രിപ്സിൻ. അത് രണ്ടുമാണ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. അപ്പോൾ ഇവിടെ സ്റ്റൊമക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? പെപ്സിൻ എന്നതായിരിക്കണം. ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ചേഞ്ചസ് ഇൻ ഫീമെയിൽസ് അറ്റ് പ്യൂബർട്ടി. അതായത് സ്ത്രീകളിലെ ഹോർമോൺ ഏതാണ്? സ്ത്രീ ഹോർമോൺ എന്ന് പറയുന്നത് ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന
ഈസ്ട്രജൻ ആണ് അല്ലെ. ഒന്നും കൂടിയുണ്ട് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലാണ് കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ സ്ത്രൈണഭാവങ്ങൾ അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജിലൊക്കെ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെല്ലാം ആരാണ്? ഈസ്ട്രജൻ ആണ്. ഹോർമോൺ ഹൂസ് ഡെഫിഷ്യൻസി കോസസ് ഡ്വാർഫിസം. പിറ്റ്യൂട്ടറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺ പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് ഡ്വാർഫിസം. ഇനി അത് കൂടുതലായിട്ട് പോയാലോ അത് ജൈജൻഡിസം എന്നൊരവസ്ഥയിലും എത്തിച്ചേരുന്നു. ഹോർമോൺ ഹൂസ് ഡെഫിഷ്യൻസി ഇൻക്രീസസ് ബ്ലഡ് ഷുഗർ ലെവൽ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇൻസുലിൻ എന്ന ഹോർമോണാണ്. അപ്പോൾ ഇൻസുലിൻ കറക്റ്റായിട്ട് സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഇൻസുലിൻ ആണ്. ഹോർമോൺ സിന്തസൈസ്ഡ് യൂസിങ് അയോഡിൻ. അപ്പോൾ തൈറോക്സിൻ എന്ന ഹോർമോൺ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഹോർമോണിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിനറലാണ് അയോഡിൻ. അപ്പോൾ അയോഡിൻ യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ അയോഡിൻ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ലഭ്യമായില്ല എങ്കിൽ നമുക്ക് ഗോയിറ്റർ എന്നൊരു അസുഖവും വരുന്നു. അപ്പോൾ അയോഡിൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തൈറോയിഡ് ഹോർമോണായ തൈറോക്സിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ എല്ലാ ഹോർമോൺ, അവയുടെ ഗ്ലാൻഡ്, അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് എല്ലാം മനസ്സിലാക്കി വെക്കണം. Do all plants give out oxygen during day and carbon dioxide during night? Give reason. നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ രണ്ട് പ്രോസസ്സും നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. പക്ഷേ പലരും തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യും, ആനിമൽസ് റെസ്പയർ ചെയ്യുന്നതാണ്. അല്ല, പ്ലാന്റ്സും ലിവിങ് ഓർഗാനിസം അല്ലേ, അവയ്ക്കും റെസ്പിറേഷൻ ഉണ്ട്. പക്ഷേ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ റെസ്പിറേഷനോടൊപ്പം ഫോട്ടോസിന്തസിസ് എന്ന മറ്റൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതേസമയം രാത്രി കാലങ്ങളിൽ സൂര്യൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, പകരം എന്താണുള്ളത്? നമ്മുടെ റെസ്പിറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ ആൻസർ ഫോട്ടോസിന്തസിസ് occurs only during daylight in presence of sunlight releasing oxygen. Respiration occurs day and night releasing carbon dioxide. അപ്പോൾ രാത്രിയിൽ കൂടുതലായിട്ട് പുറത്തുവിടുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡയോക്സൈഡ്. നെയിം ഓർഗാനിസംസ് ഷോയിങ് അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ നടന്ന ഓർഗാനിസം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈസ്റ്റ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നത്. അനേറോബിക് റെസ്പിറേഷൻ ഇൻ ഈസ്റ്റിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഫെർമെന്റേഷൻ. ഇനി ഇത് കൂടാതെ ഓർഗൻ ആണ് ചോദിച്ചാൽ നമുക്ക് മസിൽസ് എന്ന് പറയാം. കാരണം ഓർഗനിൽ ഓക്സിജൻ കറക്റ്റായിട്ട്, മസിൽസിന് ഓക്സിജൻ കറക്റ്റായിട്ട് ലഭിക്കാതിരിക്കുമ്പോൾ അനേറോബിക് റെസ്പിറേഷൻ നടന്നിട്ട് ലാക്റ്റിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എയ്റോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. ഇവിടെ ഒരു 2 മാർക്കിന്റെ ചോദ്യത്തിന്റെ സബ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എയ്റോബിക് റെസ്പിറേഷന് ഓക്സിജൻ വേണം, അനേറോബിക് റെസ്പിറേഷന് ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് കൂടാതെ എൻഡ് പ്രോഡക്ട്സ് നമുക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് എഴുതാം. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയാണ് എയ്റോബിക് റെസ്പിറേഷന്, കാർബൺ ഡൈ ഓക്സൈഡ് ഈഥൈൽ ആൽക്കഹോൾ എനർജിയാണ് അനേറോബിക് റെസ്പിറേഷന്. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എനർജി, ലാർജ് എമൗണ്ട്, കുറേ എനർജി ഉണ്ട് നമ്മുടെ എയ്റോബിക് റെസ്പിറേഷനിൽ, അതേസമയം അനേറോബിക് റെസ്പിറേഷനിൽ എനർജി വളരെ കുറവാണ്. അതിന്റെ കാരണം 4ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുന്നത് കൊണ്ടാണ് ധാരാളം എനർജി ഉണ്ടാവുന്നത്. അതേസമയം അനേറോബിക് റെസ്പിറേഷനിൽ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് നടക്കുന്നത്. What is tropic movement? Explain with an example. അപ്പോൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് കാണിക്കുന്ന ഡയറക്ഷണൽ ഗ്രോത്ത് ആണ്. ഏതെങ്കിലും സ്റ്റിമുലസിലേക്കുള്ള പ്ലാന്റിന്റെ റെസ്പോൺസിനെയാണ് അത് കാണിക്കുന്നത്. അതിൽ പലതരമുണ്ട്. നമ്മൾ 4 പ്രത്യേക തരം പഠിക്കുന്നുണ്ട്. ഫോട്ടോട്രോപ്പിസം, അതായത് ലൈറ്റിന്റെ റെസ്പോൺസിനനുസരിച്ച് ലൈറ്റിലേക്ക് ഷൂട്ട് വളരും, അപ്പോൾ അത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. റൂട്ട് ലൈറ്റിൽ നിന്ന് എതിർദിശയിൽ വളരുന്നതുകൊണ്ട് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. പിന്നെ ഉള്ളത് ജിയോട്രോപ്പിസം ആണ്. അവിടെയും പ്ലാന്റ്സിന്റെ ഷൂട്ട് ഗ്രാവിറ്റിയിൽ നിന്ന് എഗൻസ്റ്റ് ആണ്, അപ്പോൾ ഷൂട്ട് നെഗറ്റീവ് ജിയോട്രോപ്പിസം ആണ്, റൂട്ട് പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. പിന്നെ വെള്ളത്തിന്റെ ദിശയിലേക്ക് റൂട്ട് വളരുമ്പോൾ അത് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയാം. 4ാമതായിട്ട് നമ്മൾക്ക് പറയാവുന്നത് കീമോട്രോപ്പിസം ആണ്, അതായത് കെമിക്കലിന് ഒരു റെസ്പോൺസീവ് ആയിട്ട് പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതിനെയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. സ്റ്റിഗ്മയിലുള്ള പോളൻ ഗ്രെയിൻ, സ്റ്റിഗ്മയിൽ വീഴുന്ന പോളൻ ഗ്രെയിൻസ് ആ പോളൻ ട്യൂബായിട്ട് താഴേക്ക് വളരണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കീമോട്രോപ്പിസം നടക്കണം. What are reflex actions? Give 2 examples. Explain reflex arc.
അപ്പോൾ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്വിക്ക് ആയിട്ട് നടക്കുന്ന ആക്ഷൻസ് ആണ്, ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. കാരണം അവിടെ തിങ്കിങ് എന്നൊരു പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നില്ല. ഏതെങ്കിലും സഡൻ സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് വിഡ്രോയിങ് ഹാൻഡ് ഫ്രം എ ഹോട്ട് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ ഷാർപ്പ് ഓബ്ജക്റ്റ്, സ്നീസിങ്, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത്, ഏതെങ്കിലും ഇൻസെക്ട്സ് വരുമ്പോൾ കണ്ണ് ചിമ്മുന്നത്, ഒരു ബസ് വരുമ്പോൾ നമ്മൾ ചാടി മാറുന്നത്, അങ്ങനെ പല രീതിയിലുള്ള നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം റിഫ്ലെക്സ് ആക്ഷന്റെ. റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ നാച്ചുറൽ പാത്വേ കൺട്രോളിംഗ് റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ അതിന്റെ പാത്വേ ഒന്ന് പഠിച്ചിരിക്കുക. നമ്മൾ റിസീവ് ചെയ്യുന്നത് റിസപ്റ്റേഴ്സ് ആണ്. റിസപ്റ്റേഴ്സിന്റെ സെൻസറി ന്യൂറോൺസ് അതിനെ സ്പൈനൽ കോഡിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് അതൊരു ചെറിയ ന്യൂറോണായ റിലേ ന്യൂറോണിൽ കൊടുക്കും. റിലേ ന്യൂറോണിൽ നിന്ന് തിരിച്ച് മോട്ടോർ ന്യൂറോൺ വഴി അത് നമ്മുടെ ഇഫക്ടർ മസിലിൽ വരികയാണ് ചെയ്യുന്നത്. വൈ ഡു വെയിൻസ് ഹാവ് തിൻ വാൾസ് എന്നുള്ളതാണ്. അവിടെ ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തിൽ വരുന്നതാണ്. ആർട്ടറീസിന് തിക്ക് വാളും വെയിൻസിന് തിൻ വാളും ആണ്. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആർട്ടറീസിൽ വളരെ പ്രഷറിലാണ് ബ്ലഡ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ തിക്ക് ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം വെയിൻസിൽ പ്രഷർ കുറവാണ്, അതുകൊണ്ട് തിൻ വാൾസ് മതി. What happens if platelets are absent? Why is transpiration important for plants? നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ടിങ്ങിന് ആവശ്യമുള്ള ഒരു ബ്ലഡ് സെല്ലാണ്. സെല്ലല്ല, അത് ശരിക്കും ബ്ലഡിന്റെ പാർട്ടാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് അഫക്റ്റ് ചെയ്യും. ബ്ലഡ് ക്ലോട്ടിങ് നടക്കില്ല നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കൃത്യമായിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ ട്രാൻസ്പിറേഷന് 2 ഫങ്ഷൻസ് ആണുള്ളത്. ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? The evaporation of water in the form of water vapor through aerial parts of the plant. അതായത് സ്റ്റൊമേറ്റയിൽ കൂടെ വാട്ടർ വേപ്പറിന്റെ ഫോമിൽ വെള്ളം നഷ്ടമാകുന്നതിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ, അതായത് നമ്മുടെ സൈലത്തിൽ വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാൻ ട്രാൻസ്പിറേഷൻ പുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ മിനറൽ ആൻഡ് മെയിൻറ്റെയിൻ സെൽ റിജിഡിറ്റി. അതുകൂടാതെ കൂളിംഗ് ഇഫക്റ്റ്, പ്ലാന്റിന്റെ ഒരു ടെമ്പറേച്ചർ റെഗുലേഷൻ ആയിട്ട് കൂടി നമുക്ക് ഈ ട്രാൻസ്പിറേഷനെ പറയാവുന്നതാണ്. ലൈഫ് പ്രോസസ്സസ് ആർ എസെൻഷ്യൽ ഫോർ സർവൈവൽ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ് ഫ്ലൂയിഡ് ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കണക്റ്റീവ് ടിഷ്യൂ ആയ ബ്ലഡ് ആണ്. അതിൽ തന്നെ ബ്ലഡ് പ്ലാസ്മയിൽ കൂടിയാണ് മെയിൻ ആയിട്ട് ഇത് സംഭവിക്കുന്നത്. ആനിമൽ വിത്ത് സ്മോളർ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് നമുക്ക് കാറ്റഗറി പറയാം. ഹെർബിവോഴ്സിന് ലോങ്ങർ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്, കാർണിവോഴ്സിനാണ് ഷോർട്ടർ സ്മോൾ ഇൻഡസ്റ്റൈൻ. പിന്നെ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ടു സിമ്പിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നതിന് എന്ത് പറയാം? ഡൈജഷൻ ആണ് അല്ലെ. ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആക്കുന്നതാണ് ഡൈജഷൻ. ടെമ്പററി സ്റ്റോറേജ് ഫോർ ഫുഡ് ടു ബി ഇജസ്റ്റഡ്, നമുക്ക് പുറത്തേക്ക് പുറന്തള്ളാനുള്ള ആ ഒരു അൺഡൈജസ്റ്റഡ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് റെക്ടത്തിലാണ്. റെക്ടം എന്ന് പറയുന്നത് നമ്മുടെ എലിമെന്ററി കനാലിന്റെ അവസാനത്തെ ഭാഗമാണ്. ഹൗ ആർ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് ഡൈജസ്റ്റഡ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്? ഇതാണ് 3 മേജർ ന്യൂട്രിയൻസ് നമുക്ക് വേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സലൈവറി അമൈലേസ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റുന്നു? ഫൈനലി ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്നു. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഷുഗർ ആണ്. അപ്പോൾ ഇവിടെയുള്ളത് നമ്മുടെ സലൈവറി അമൈലേസ് എന്ന എൻസൈമും പാൻക്രിയാറ്റിക് അമൈലേസും ആണ് സഹായിക്കുന്നത്. പിന്നെ പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആയ പെപ്സിനും ട്രിപ്സിനും സഹായിക്കുന്നുണ്ട്. അത് ഫൈനലി അമിനോ ആസിഡ് ആയിട്ടാണ് മാറുന്നത്. പിന്നെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ലിപ്പേസ് എന്ന എൻസൈമാണ്. അത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഡൈജഷൻ എല്ലാം ഫൈനലി കംപ്ലീറ്റ് ചെയ്യുന്നത് പാർട്ട് ബൈ പാർട്ട് മൗത്തിൽ നിന്ന് തന്നെ തുടങ്ങുമെങ്കിലും അവസാനം എല്ലാം ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറി അതിന്റെ ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതിനവിടെ വില്ലായി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നെയിം പ്ലാന്റ് ഹോർമോൺസ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ 4 പ്ലാന്റ് ഹോർമോൺസ് ആണ് പ്രധാനമായി പഠിക്കുന്നത്. ഒന്നാമത്തേതാണ് ഓക്സിൻ. അതിന് സെൽ ഇലോങ്ങേഷനും എപ്പിക്കൽ ഡോമിനൻസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ജനറൽ ആയിട്ട് പറയും എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത് ആ ടിപ്പിലാണ് ഓക്സിൻ ഉള്ളത്, അതുകൊണ്ട് ആ ഭാഗം ഇങ്ങനെ വളർന്നു പോകും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡ് ആകണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ജിബറിലിൻസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷൻ ആണ്. അൾട്ടിമേറ്റ്ലി പ്ലാന്റിന്റെ ഗ്രോത്ത് തന്നെയാണ്, പക്ഷെ അത് എവിടെയാണ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്? സ്റ്റെമ്മിലാണ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ കെയിൻ പോലുള്ള പ്ലാന്റിലൊക്കെ നമുക്കത് ഉപകാരപ്പെടും. പിന്നെ സൈറ്റോകൈനിൻസ് ആണ്. സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽ ഡിവിഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ സൈറ്റോകൈനിൻ പുതിയ പാർട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ സെൽ ഡിവിഷൻ നടന്നാലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് സഹായിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്കൊരു ഹോർമോണും കൂടിയുണ്ട്. ഇനി പ്ലാന്റ്സിൽ മറ്റൊരു ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. അത് ഈ മുകളിൽ പറഞ്ഞ ഹോർമോൺസിൽ നിന്ന് വ്യത്യസ്തമാണ്. മുകളിൽ പറഞ്ഞ 3 ഹോർമോൺസും പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അബ്സിസിക് ആസിഡ് അതിനെ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നാണ് പറയുന്നത്.
അവിടെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ചെയ്യുന്നത് വിൽറ്റിംഗ് ഓഫ് ലീവ്സ്, അതായത് ചെടിയുടെ ഇലകൾ വാഴുക, പഴയ ഇലകൾ കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഈ പ്ലാന്റിന് സ്ട്രെസ്, വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ചില ഇൻഹിബിറ്റിംഗ് ഫങ്ഷൻസ് ആണ് നമ്മുടെ അബ്സിസിക് ആസിഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള റിവിഷൻ വീഡിയോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം അറിയിക്കാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.